إلى حضرة نبينا محمد مصطفى صلى الله عليه وسلم وإلى حضرة الأنبياء والأولياء والعلماء والزهاد والصالحين خصوصا وإلى حضرة البدريين واللحديين والخندقين والخيبريين وإلى حضرة خواجة معين الدين جستي الأجميري قدس الله سره اللذيذ وابنه فخر الدين باب السلواري قدس الله سره اللذيذ وابن ابنه أسام الدين سامباري قدس الله سره اللذيذ وإلى حضرة جدي علي القطب الأهدل قدس الله سره اللذيذ وإلى حضرة الأولياء من مشارق الأرض إلى مغاربها الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. رب اغفر لي. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الله سبحانه وتعالى നമ്മുടെ ഈ മജ്ലിസ് അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ. അസ്ഹാബുൽ ബദറിൻ്റെ ഹുളൂറും അവിടുത്തെ ഹിമായത്തും ഹിഫുളുമൊക്കെയുള്ള നല്ല സദസ്സാക്കി നമ്മുടെ ഈ സദസ്സ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഖിയാമത്ത് നാൾ വരെ ഈ മജ്ലിസ് അല്ലാഹു തആല നിലനിർത്തി ബദരീങ്ങളെ ഹിഫ്ള് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ദീർഘമായി ഒരു വാദമൊന്നും ഇനി പറയണ്ട, നമുക്ക് ഉസ്താദ് തന്നെ പറഞ്ഞു കഴിഞ്ഞ്. ഇനി ദുആ ചെയ്ത് നമുക്ക് പിരിയാം, പോകാനുണ്ട്. അൽഹംദുലില്ലാഹ് എല്ലാ 3 മാസം അല്ലേ കൂടുമ്പോൾ അസ്മാഉൽ ബദർ ചൊല്ലി ഒരു ദുആ ചെയ്ത് പിരിയുന്ന ഒരു മജ്ലിസാണ് ഇത്. നമ്മുടെ ഈ ഒരു നാടിൻ്റെ ഹിഫ്ളിന് വേണ്ടി, നമ്മുടെ ജമാഅത്തിൻ്റെ ഹിഫ്ളിന് വേണ്ടി നമ്മൾ ചൊല്ലുന്ന ഒന്നാണ്. പഴയ കാലങ്ങളിലെ നമ്മുടെ വീടുകളിലൊക്കെ എല്ലാ ദിവസവും ബദർ ബെയ്ത്തും ബദർ മാലയും ഒക്കെ ചൊല്ലിയിരുന്നു. അത് ചൊല്ലാത്ത വീടുകളില്ല. ഈ മോണിറ്റർ ഒന്നുകൂടി സ്ഥലമോനെ, മോണിറ്റർ സാറേ, ഒരു വീട് നാം ഉണ്ടാക്കിയാൽ ആ വീട് താമസിക്കുമ്പോൾ അവിടെ നാം അസ്മാഉൽ ബദർ എഴുതി തൂക്കുന്ന ഒരു സംവിധാനമുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയാണ്? അവരുടെ ഒരു ഹിഫ്ള് ഉണ്ടാവാൻ വേണ്ടിയാണ്
അത് ചെയ്തിരുന്നത്. നമ്മുടെ എത്ര ആളുകളെ വീട്ടിൽ അസ്മാ ഉൽ ബദർ എഴുതി തൂക്കിയൊന്ന് കൈപോക്കട്ടെ. ഒരാൾ, 2, 3, 4, 5, പ്രസിഡന്റ് അടക്കം 6. ആണോ? ഇപ്പോൾ തീരുമാനമായില്ലേ? ഇപ്പോൾ തീരുമാനമായി. ഒരു മനുഷ്യന് മറ്റൊരാളോടുള്ള ബന്ധം 3 രൂപത്തിലാണ്. 1 റഫീഖ്, 2 സ്വദീഖ്, 3 ഹബീബ്. ഇങ്ങനെ 3 രൂപത്തിലാണ്. റഫീഖ് എന്ന് പറഞ്ഞാലും സ്വദീഖ് എന്ന് പറഞ്ഞാലും ഹബീബ് എന്ന് പറഞ്ഞാലും അതിന് ഒരേ അർത്ഥമാണ്, കൂട്ടുകാരൻ എന്ന് തന്നെയാണ് അർത്ഥം. എന്നാലും വ്യത്യാസങ്ങളുണ്ട്. റഫീഖ് എന്ന് പറഞ്ഞാൽ ആദ്യമായി കാണുന്ന ഒരാൾ. ഇപ്പൊ ഞാൻ ഇവിടെ നാട്ടില് ഇവിടെ ആദ്യമായിട്ട് വരില്ലേ, അപ്പൊ നിങ്ങളും ഞാനും തമ്മിൽ റഫീഖാണ്. ഇനി നമ്മൾ നമ്പറൊക്കെ വാങ്ങിയിട്ട് ഈ ഇടക്ക് ഇങ്ങനെ വിളിക്കാൻ തുടങ്ങിയാലോ അപ്പൊ സദീഖാവും. എല്ലാ ദിവസവും വിളിക്കാൻ തുടങ്ങിയാലോ അപ്പൊ ഹബീബാവും. അപ്പൊ റഫീഖ് മൂക്കുമ്പോ സദീഖ്, സദീഖ് മൂക്കുമ്പോ ഹബീബ്. ഇതാണ് ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യൻ തമ്മിലുള്ള ബന്ധം. അപ്പൊ അസ്മാ ഉൽ ബദർ അന്നദ്ദുആ മുസ്തജാബുൻ ഇൻദ ദിക്രി അസ്മാഇ അഹ്ലി ബദർ. അസ്മാ ഉൽ ബദർ ചൊല്ലി ദുആ ചെയ്താൽ ആ ദുആക്ക് ഉത്തരമുണ്ടെന്ന് ഉറപ്പാണ് എന്ന് പറഞ്ഞത് ആരോടാണ്? വർഷത്തിൽ ഒരു ദിവസം ബദരീങ്ങളാണ്ട് നടക്കും, റമദാൻ 17. അന്ന് ആ ബദർ മൗലിദിൽ പങ്കെടുക്കുകയും അങ്ങനെ ചീരുണി വാങ്ങിക്കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഓനും ബദരീങ്ങളും തമ്മിലുള്ള ബന്ധം റഫീഖാണ്. എല്ലാ മാസവും അതല്ലെങ്കിൽ 4 മാസം കൂടുമ്പോൾ അസ്മാ ഉൽ ബദർ ചൊല്ലുന്ന ആളുകളാണെങ്കിൽ അവരും ബദരീങ്ങളും തമ്മിൽ ബന്ധം സ്വദീഖാണ്. എല്ലാ ദിവസവും അസ്മാ ഉൽ ബദർ ചൊല്ലുന്നവരാണെങ്കിൽ അവരും ബദരീങ്ങളും തമ്മിലുള്ള ബന്ധം ഹബീബാണ്. എനിക്കിപ്പോൾ നിങ്ങളെ ഹബീബ് എന്ന് വിളിക്കാൻ പറ്റൂല. ഞാൻ നിങ്ങളൊരു പരിചയമില്ലല്ലോ. നമ്മളിപ്പോൾ കുറച്ച് തോനെന്ന് സംസാരിച്ചത് നമ്മൾ ഭക്ഷണം പോയി കഴിക്കാൻ പോയ പുരക്കാരനോടാണ്. ഓന് കുറേ നേരം സംസാരിച്ചത് ഈ മേലത്തെ കാര്യമാണ്. അതാവൻ സംസാരിച്ചത്. വേറൊരാളൊപ്പം ഉണ്ടായിരുന്നു, മൂപ്പർ ഇങ്ങനെ ചിരിച്ച് നിൽക്കുകയാണ്. മൂപ്പർ ഇപ്പോഴും ചിരിച്ച് തന്നെയാണ്. അപ്പോ വർഷത്തിൽ ഒരു വട്ടം ചെല്ലിയാൽ റഫീഖ്, മാസത്തിൽ ചെല്ലിയാൽ സദീഖ്, എന്നും ചെല്ലിയാൽ ഹബീബ്. അപ്പോൾ ഇവിടെ തഹജീൽ ഫുത്തുഹ് നിങ്ങൾ 3 മാസം കൂടുമ്പോഴാണ് ചൊല്ലുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങളും ബദരീങ്ങളും തമ്മിൽ ബന്ധം സദീഖാണ്. വർഷത്തിൽ മാത്രമാണ് ചൊല്ലുന്നതെങ്കിലോ റഫീഖാണ്. എന്നും അസ്മാ ഉൽ ബദർ ചെല്ലുന്ന ആളുകളൊന്ന് കൈപോക്കട്ടെ. ഇവിടെ ആരുമില്ല. സമാധാനായി. പേദവ നിർത്താം. അപ്പൊ അന്നദ്ദുആ മുസ്തജാബുൻ ഇൻദ ദിക്രി അസ്മാഇ അഹ്ലി ബദർ. അസ്മാ ഉൽ ബദർ ചൊല്ലി ദുആ ചെയ്താൽ ആ ദുആക്ക് ഉത്തരമുണ്ടെന്ന് ഉറപ്പാണ് എന്ന് പറഞ്ഞത് ആരോടാണ്? എന്നും അസ്മാ ഉൽ ബദർ ചൊല്ലുന്ന ആളുകളോടാണ്. അപ്പൊ നിങ്ങളാരും എന്നും ചൊല്ലലില്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് നാളെ മുതൽ അസ്മാ ഉൽ ബദർ നമ്മൾ എല്ലാ ദിവസവും ചൊല്ലുക. അപ്പോഴാണ് ബദരീങ്ങളോടുള്ള ബന്ധം ഹബീബായി മാറുക. സഹോദരിമാരൊക്കെ ഇന്ന് ഇശാ മഗ്രിബിന്റെ ഇടയിൽ നമ്മളെ വീടുകളിൽ അസ്മാ ഉൽ ബദറും ഇല്ല, ഹദ്ദാദും ഇല്ല,
സൂറത്തിൽ മുൽക്കുമില്ല, ഒന്നുമില്ല, ഒക്കെ വാട്സപ്പ് തന്നെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ പുരകളിലൊക്കെ വളരെ പ്രയാസങ്ങളാണുള്ളത്. ആർക്കാന്ന് പ്രയാസമില്ലാത്ത ആളുകളൊക്കെ പ്രയാസമുള്ളവരാണ്. ഏത് വിഷയം അങ്ങനെ തന്നെയാണ്. ഒരു കല്യാണത്തിന്റെ കാര്യമെടുത്താൽ അവിടെ ആ കല്യാണ വീട്ടിൽ കല്യാണം നടക്കുന്നത് വാപ്പന്റെ ഉമ്മന്റെ സമ്മതം കൂടാതെയാണ് കല്യാണം അന്വേഷിക്കണേ തന്നെ. പലരും ഇപ്പൊ ഈ കൂടുതൽ അന്വേഷിച്ച് വെച്ചിട്ടുണ്ടാവും. ഇതിപ്പോ ഒരു മാമൂലിൽ ഒരു 4 മാസം 3 മാസം കൂടുമ്പോ ഒരു അസ്മാഉൽ ബദർ ചെല്ലുന്ന ഭക്ഷണമുണ്ടോ, ഭക്ഷണത്തിന്റെ ഒരു പൊതി ഉണ്ടാവും, അതും വാങ്ങി നമ്മൾ പോകും. ഇവിടെ ഇപ്പോ 12,000-ഓളം വരുന്ന ആളുകൾ നമ്മളെ ഈ മഹല്ലത്തിലുണ്ട് അല്ലേ? 1000 ജമാഅത്തിലുണ്ട്. ഈ 2000 ആളുകൾ ഉണ്ടായിട്ട് എവിടെ ആളുകളൊക്കെ? അവിടെ ഡാൻസ് ഉണ്ട് പറഞ്ഞോക്കാ, നിങ്ങൾ 3000 ആളുണ്ടാവും. അങ്ങനെയാണ് അവസ്ഥയുള്ളത്. ഇവിടെ ഇപ്പോ അസ്മാഉൽ ബദർ തഅജീൽ ഫുതൂഹ് വലിയ ഫലമുള്ള ഈ അസ്മാ ചൊല്ലിയ മജ്ലിസിൽ ഒരൊറ്റ കുപ്പി വെള്ളമില്ല. അവിടെ ഒറ്റ കുപ്പി. മൂല്യന്മാരും ഉഷാറാണ്, നാട്ടുകാരും ഉഷാറാണ്, എല്ലാവരും ഉഷാറാ. പണ്ടെങ്ങനെയാണ്? ഇപ്പോഴും നമ്മൾ വെള്ളേറ്റും വരും. ഇപ്പം പ്രശ്നങ്ങൾ ഉണ്ടാണ്, അപ്പം നമ്മൾ വെള്ളേറ്റും വരും. പെണ്ണുങ്ങൾ ലേബർ റൂമിലെ ഉസ്താദെ എന്താ ഇഞ്ഞ് കാട്ടണ്? അപ്പൊ ഒരു താജീൽ ഫുതൂഹല്ല, 2 മണി നീർച്ചാകും. നമ്മളൊരു സ്ഥലം കച്ചവടം ചെയ്യണം, ആ സ്ഥലം വിറ്റു പോകുന്നില്ലെങ്കിൽ അപ്പൊ നമ്മൾ അസ്മാഉൽ ബദർ ചൊല്ലും, തീർച്ചയാക്കും. അങ്ങനെ നമുക്ക് വല്ല പ്രശ്നങ്ങളുമുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് അസ്മാഉൽ ബദർ ചൊല്ലുന്നത്, ഇല്ലെങ്കിൽ അത് മനസ്സിൽ കരുതുന്നത്. എല്ലാ വിഷയങ്ങളും ഇങ്ങനെ തന്നെയാണ്. ഇന്ന് നമ്മുടെ നാടുകളിൽ ഒരു ജമാഅത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ത്വലാഖ്. ഒരു 30% ത്വലാഖ് നടക്കുന്നുണ്ട് ഒരു ജമാഅത്തിൽ. 30%. എന്തുകൊണ്ടാണത്? അതുപോലെ ഒരു ജമാഅത്തിൽ എത്ര കിഡ്നി പേഷ്യന്റ് ഉണ്ടാവും? ഇവിടെ സർവേനെ കണക്കുണ്ടാവും ഉണ്ടോ? ഒരു സർവേ എടുക്കണം. ഒരു സർവേ എടുത്തിട്ട് നമ്മളെ വീടുകളിൽ എത്ര ആളുകളുണ്ട്, ഇവിടെ ഓരോ ആളുകളുടെയും എത്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുണ്ട് ഈ ജമാഅത്ത്, എത്ര ഡോക്ടർമാരുണ്ട്, എത്ര പഞ്ചായത്തിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, എത്ര അധ്യാപകന്മാരുണ്ട്, ഗവൺമെന്റിൽ ജോലി ചെയ്യുന്ന അധ്യാപകന്മാർ എത്രയുണ്ട്, വിധവകൾ എത്രയുണ്ട്, യതീമുകൾ എത്രയുണ്ട്, വീടില്ലാത്ത ആളുകൾ എത്രയുണ്ട്. ഇതൊക്കെ ഒരു മഹല്ലിന്റെ ഭരണാധികാരികളാകുന്ന ആളുകളുടെ അടുക്കൽ വിവരം വേണം. അതാണ് ഒരു മഹല്ല്, ഒരു ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അതാണ്. ആ രൂപത്തിൽ ഈ വിഷയത്തിനെ തർത്തീബാക്കി 3 മാസം കൂടുമ്പോൾ നമ്മളിവിടെ ഒരുമിച്ച് കൂടി അതിലൂടെ നമ്മുടെ ഈ ജമാഅത്തിൽ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന ആളുകൾക്ക് ചെറിയ ഒരു റിലീഫ് പ്രവർത്തനങ്ങൾ അതിലൂടെ നടത്തണം, സാന്ത്വന പ്രവർത്തനങ്ങൾ അതിലൂടെ നടത്തണം. അങ്ങനെ ആളുകളെ പുതിയ സംവിധാനങ്ങളിലേക്ക് കൊണ്ടുവരണം. ഇന്ന് ആളുകൾ അങ്ങനെയാണ്, എവിടെയെങ്കിലുമൊക്കെ വല്ല ഫ്രീയും കിട്ടുകയാണെങ്കിൽ അങ്ങോട്ട് പോവാം. അത്രേ ആളുകൾക്ക് ബോധമുള്ളൂ. അത് എന്തായാലും വേണ്ടില്ല, ഫ്രീ കിട്ടിയാൽ മതി, ഫ്രീ ആയി മതി. അങ്ങനെയാണുള്ളത്. ആ സർവേ നടത്തി കഴിഞ്ഞാൽ എത്ര കിഡ്നി പേഷ്യന്റ് ഉണ്ട്, എത്ര ക്യാൻസർ രോഗികളുണ്ട്, നമുക്ക് പിടുത്തം കിട്ടും.
അവർക്ക് ആവശ്യമാകുന്ന ഒരു കിഡ്നി മാറ്റിവെച്ച ആൾക്ക് 14,000 രൂപയുടെ മരുന്ന് എല്ലാ മാസവും ആവശ്യമുണ്ട്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാട്ടെ. മാറ്റാൻ 40 ലക്ഷമാണ്. അപ്പൊ നമ്മളൊക്കെ അള്ളാഹു തആല നമുക്ക് തന്ന കുറെ സാധനങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുണ്ടായി പോകുമ്പോഴേ വില അറിയുള്ളൂ. അപ്പൊ നമ്മൾ ഇൻഷാ അല്ലാഹ് ഇത് വലിയ ഇഷ്ടമായി എനിക്ക് നിങ്ങൾ 3 മാസം കൂടുമ്പോൾ ഇങ്ങനെ ഒരുമിച്ച് കൂടുകയാണ്. ഈ 3 മാസം നിങ്ങൾ ഒരുമിച്ച് കൂടുന്നത് എല്ലാ ആളുകളും ഒരുമിക്കണം. എല്ലാ ആളുകളും ഒരുമിക്കണം. അപ്പോഴേ കാര്യമുള്ളൂ. ഇവിടെ 2000 ആളുകൾ എല്ലാവരും ഒരുമിച്ച് എന്തൊരു ഉഷാറുണ്ടാവും. എന്നിട്ട് ഇങ്ങനെ എല്ലാവരും അസ്മാഉൽ ബദർ ചൊല്ലി വരുന്ന ആളുകളാണ്. ആ അസ്മാഉൽ ബദർ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ഇങ്ങനെ ദുആ ചെയ്യുമ്പോൾ ആ ദുആ അള്ളാഹു കേൾക്കുക തന്നെ ചെയ്യും. എത്ര ആളുകളാ? 2000 ആള് ഒന്നിച്ചിരുന്ന് അള്ളാഹുവിലേക്ക് കൈയുയർത്തുകയാണ്. അപ്പൊ നമ്മളൊക്കെ അതിന് നമ്മൾ തയ്യാറാവണം. ഈ ഒരു ബോധമുണ്ടാക്കി തീർക്കുന്നത് മദ്രസയാണ്. ഈ ബോധമുണ്ടാക്കി തീർക്കുന്നത് മദ്രസയാണ്. ഇന്നിപ്പോ മദ്രസയിൽ തന്നെ കുട്ടികളില്ല. മദ്രസയിൽ 1-ാം ക്ലാസ് 13 പ്രസവം നടക്കില്ല. ഇവിടെ ആകെ 13 കുട്ടികളുള്ളൂ. 3000 ആളുണ്ടായിട്ട് എത്ര മദ്രസ ഉണ്ട് ഇതിന്റെ കീഴിൽ? വേറെ കുറെ മദ്രസ ഉണ്ടോ? ഒന്നെ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്. ആകെ 3000 ആളുണ്ടായിട്ട് ആകെ 13 കുട്ടികളെ ഒന്നിനുള്ളൂ. ഭയങ്കര മോശമാണല്ലോ അല്ലേ? ഓപ്പറേറ്റർ അതെ, മൂപ്പർക്കന്നെ അഭിപ്രായം ഉണ്ടായി. ഞങ്ങൾ രണ്ടാളാണ് ഇത് മൊത്തത്തിൽ നിർണ്ണയിക്കുക. കാരണം ഞാനാണ് സമാപന വേദത്തിൻ്റെ ആള്, അതിൻ്റെ സമാപനത്തിൻ്റെ ആളാണ് മൂപ്പര്. അത് കഴിഞ്ഞിട്ട് ഞാനും പോയിട്ട് മൂപ്പര് പോകാൻ പറ്റുള്ളൂ. ഇതൊക്കെ എടുത്തൊക്കെ. നാളെ ഒരു ഓപ്പറേറ്റർ ഇപ്പം അടുത്തിൻ്റെ അടുത്ത് പരാതി പറയാൻ വന്ന് പെണ്ണുങ്ങൾ തെറ്റിപ്പോയി. നേരം പേക്ക് ചെന്നിട്ടേ പിന്നെ എങ്ങനെയാ മദ്രസയിൽ കുട്ടികളുണ്ടാകും? 250 വീട് മതി. സുബ്ഹാനല്ലാഹ്. അപ്പൊ അങ്ങനെ ആ മദ്രസ അൽഹംദുലില്ലാ മദ്രസയിൽ 10-ാം ക്ലാസ്സിലെത്തുണ്ടാണ്ട് ഈ സദർ മൂപ്പര സദറാരാ 10-ാം ക്ലാസ്സിൽ ഉസ്താദ് മൂപ്പരന്നെ വന്നിട്ടില്ലെന്ന്. പിന്നെന്താ അതാ ഞാൻ പറഞ്ഞേ, ഉസ്താദ്മാര് ഉഷാറാണ്, നാട്ടുകാർ ഉഷാറെന്ന് നേരത്തെ പറഞ്ഞില്ലേ, അതിൽ പെട്ട. അപ്പോ എത്ര ഉണ്ട് 10-ാം ക്ലാസ്സില്? 3 ആളോ 6 ആളോ? 6 ആള്. ഇവിടെ നമ്മൾ വിലയിരുത്തണ്ട്. അഥവാ 13 കുട്ടികൾ ഇപ്പോ 1-ലുണ്ട്. ഇനി 10-ലെത്തുമ്പോ അത് 6 മാറുകയാണ്. ഇനി ഈ 6 കുട്ടികൾ ഇപ്പോൾ 10-ലെത്തിയപ്പോൾ അവരോട് ചോദിച്ചു നോക്കണം, നിങ്ങൾ 1-ലായപ്പോൾ എത്ര കുട്ടികളുണ്ടായി നിങ്ങളൊപ്പം? അപ്പോൾ പറയും ചിലപ്പോൾ 25 ഉണ്ടായിന്. ബാക്കി എങ്ങോട്ടേ പോയി? അതിനൊക്കെ കാരണക്കാരാകുന്ന ആളുകൾ തന്നെയാണ് ഈ രക്ഷിതാക്കന്മാർ. വേറെ ആരുമല്ലത്. കുട്ടികളെ വളർത്തുന്നിടത്ത് വളരെ ശ്രദ്ധ പുലർത്തണം. ഇന്ന് ചെറിയ കുട്ടികളുണ്ട്, 4 വയസ്സാകുന്ന കുട്ടികളെ മുടി വെട്ടിയ കോലം തന്നെ കണ്ടാൽ അവിടെയും ഇവിടെയൊക്കെ എലി പപ്പടം കടിച്ച മാതിരിയാണ്. ഇത് ഈ കുട്ടിക്ക് എന്തേലും അറിയപ്പത്? ഒന്നും അറിയൂല. പക്ഷേ വാപ്പയും ഉമ്മയും കൊണ്ടുപോയിട്ട് ബാർബർ അടുത്ത് കൊണ്ടുപോയി ആ രൂപത്തിൽ മോഡൽ വെട്ടി വരുമ്പോൾ ആ കുട്ടിക്ക് ഒന്നും അറിയാത്ത ഈ കുട്ടിയെ മെല്ലെ 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 അതിലേക്ക് എത്തിക്കുന്നത് നമ്മളെ വാപ്പയുമ്മയാണ്. മദ്രസയുടെ മുമ്പുള്ള ഒരു മദ്രസയാണ് ഉമ്മയുടെയും ബാപ്പയുടെയും മടിത്തട്ട്. നന്നായി ശ്രദ്ധിക്കണം. ഒരു കുട്ടിയുടെ വായിൽ നിന്ന് കെൽബ് എന്ന് പറയുന്ന പദം അത് ആദ്യം പഠിപ്പിച്ചു കൊടുക്കുന്നത് ഉമ്മയാണ്, ഇല്ലെങ്കിൽ വാപ്പയാണ്. എങ്ങനെയാണ്? 3 വയസ്സാകുന്ന 4 വയസ്സാകുന്ന ഒരു കുട്ടി ഉണ്ടെന്ന് കരുതിക്കോ. ആ കുട്ടി കോണിന്റെ സ്റ്റെപ്പ് ഇങ്ങനെ കയറുകയാണ്. അപ്പോ സംസാരം ഇങ്ങനെ തുടങ്ങുന്ന 1.5 വയസ്സാകുന്ന ഒരു കുട്ടി തോളിലുണ്ട്. അപ്പൊ ഈ കുട്ടിനോട് പറഞ്ഞ്, എടാ ആ കോണിമ കയറണ്ട, കുത്തിമറിഞ്ഞു പോകും എന്ന് പറയുമ്പോ ഓൻ കേൾക്കൂല, പിന്നെയും കയറും. എടാ എന്നോടല്ലേ മലയാളത്തിൽ പറഞ്ഞത്, അപ്പോഴും ഓൻ കേൾക്കൂല.
മൂന്നാമത്തെ വട്ടം പിന്നെ അതിന്റെ കെൽബെ എന്നോടല്ലത് പറഞ്ഞതാണ്. അത് മലയാളത്തിൽ പറഞ്ഞെങ്കിൽ ഒരു ഉഷാറിട്ടുള്ളൂ, അറബി പറഞ്ഞിട്ട് ഒരു ഉഷാറിട്ടില്ല എനിക്ക്. ചിലതൊക്കെ അങ്ങനെ മലയാളത്തിൽ പറഞ്ഞപ്പോൾ ദമ്മിട്ടുള്ളൂ. അതിന്റെ കെൽബെ എന്നോടല്ലത് പറഞ്ഞത്. അപ്പോ ഈ കുട്ടി ഉണ്ടല്ലേ, നമ്മളെ ഈ സംസാരം തുടങ്ങുന്ന കുട്ടി, അപ്പൊ കെൽബ് എന്നുള്ളത് ആദ്യം അമ്മനെ തൊള്ളിന്നൊക്കെയാണ്. അപ്പൊ പിന്നെ ഈ കുട്ടി എന്ത് ചെയ്യും? താത്താനെ കാക്കാനെ കെൽബെ കളിച്ചു. അപ്പൊ ആരാ ആദ്യം പഠിപ്പിച്ചു കൊടുത്തത്? ഉമ്മയാണ്. രണ്ടാമത് വാപ്പയാണ്, പിന്നെയാണ് നമ്മളെ മദ്രസ ഉള്ളത്. അപ്പൊ മദ്രസയിൽ നിന്ന് ആദ്യത്തെ മദ്രസ ഉമ്മയുടെയും ഉപ്പയുടെയും മടിത്തട്ടിലാണ്. സത്യത്തിൽ ഈ മദ്രസ എന്ന് പറയുന്നത് വളരെ മനോഹരമായി കൊണ്ടുപോകണം. പഴയ പോലെ ഒന്നും പറ്റില്ല, പഴയ പോലെ പറ്റില്ല. നിങ്ങളെ ഈ കമ്പി കണ്ടിട്ട് തന്നെ എനിക്ക് ദേഷ്യം കടിക്കണം. സെൻട്രൽ ജയിലിന്റെ കുറെ കമ്പി എല്ലായിടത്തും അല്ലേ, ഞാൻ എന്താണ് ഇത് കാണുന്നത്? എല്ലായിടത്തും കമ്പി അടിക്കാൻ ഇനി ബാക്കിയില്ല. പഴയ പറ്റോ മദ്രസയിലേക്ക് കുട്ടികൾ വരണമെങ്കിൽ നല്ല ആധുനിക സംവിധാനത്തോടു കൂടെയുള്ള മദ്രസകളാവണം. കുറെ ബോർഡൊക്കെ അടിച്ച് നിങ്ങളെ ഡോറൊക്കെ കണ്ട ഡോറിന് 10 പൈസന്റെ വില അല്ലെങ്കിലും പൂട്ടിന് വില ഉണ്ട്. വലിയൊരു പൂട്ട്, അത് ബാത്റൂമിന് കൊണ്ടിട്ടുണ്ട്. ഇത്രയും വലിയ പൂട്ട്. ചില പള്ളികളൊക്കെ ഉണ്ടാവും ഉസ്താദ്മാർ ബാത്റൂം പൂട്ടിയിട്ടുണ്ടാവും. ബാത്റൂം പടച്ചനാകെ പിന്നെ ആ ബാത്റൂമിന്റെ ഡോറിനാകെ 1500 ഉറുപ്പിക ഉണ്ടാവുള്ളൂ. ഒറ്റ ചവിട്ടിയാ ബിസ്മി ചൊല്ലി അല്ലേ. അപ്പൊ പഴയ ഒരുപാട് സംവിധാനങ്ങൾ, പഴയ ഒരുപാട് സിസ്റ്റങ്ങളായാൽ കുട്ടികളൊന്നും മദ്രസയ്ക്കൊന്നും വരൂല. ഇവിടെ മദ്രസയിൽ AC ഉണ്ടോ? ഇല്ല. നിങ്ങൾ ഏത് ലോകത്താ? ഏത് ലോകത്താന്ന് തന്നെ എനിക്ക് പിടുത്തം കിട്ടണില്ല. സുബ്ഹാനല്ലാഹ്. പള്ളി ഞാൻ അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതേ മോഡൽ എല്ലാം ഉണ്ടാവും എന്നാണ് കരുതി. പള്ളിയിൽ AC ഉണ്ടോ? ഇവിടെ അതെ, പഴയ കാലം പോലെ പറ്റുമോ? പഴയ കാലത്ത് 1-ാം ക്ലാസ്സിൽ പഠിപ്പിച്ചത് എങ്ങനെയായിരുന്നു? മത്തം കറി അസുലം കുത്തി. 1-ാം ക്ലാസ്. ബഷീർ കീസ കീറി, കുനിയൻ അമ്മിയിൽ കയറി, മണ്ടൻ ഉണ്ട തിന്നു. ഇതായിരുന്നു മദ്രസയിൽ 1-ാം ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്നത്. ഇന്ന് ഈ കാലഘട്ടത്തിലുള്ള കുട്ടികളോട് iPhone 17 മോൾക്കാണ് ഒരു വീണ തന്നെ പ്രസവിച്ചു. കാരണം എല്ലാ നഴ്സുമാരടുത്തും iPhone 17 ഉണ്ട്. കടയെങ്കിൽ കടം ഒക്കെ EMI. അതെ, അതിങ്ങനെ പേടിച്ച മറുപടി അറിയുന്നത് ഇത് ഞാൻ പറഞ്ഞാൽ ഞാൻ എന്താ പറയാന്നല്ല. അപ്പൊ അതുകൊണ്ട് EMI ആണ് എല്ലാവരും ഉള്ളത്. അപ്പൊ സുബ്ഹാനല്ലാഹ്, ഈ കുട്ടികളും പിന്നെ അങ്ങനെ തന്നെ. കാരണം ഇതുമൊക്കെയല്ല വീടിന്, പിന്നെ ഓരും അങ്ങനെ തന്നെ. അപ്പൊ പഴയ കാലത്തത് പോലെ പറ്റില്ല. ഇന്ന് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അത് അൽഫാമിൽ ഉപ്പില്ല, ഷവർമ നല്ല ടേസ്റ്റ് ഉള്ളതാണ്, ബ്രോസ്റ്റ് കിട്ടിയാൽ തിരക്കേടില്ല, അത് അൽബൈക്ക് ആയാൽ റാഹത്തായി. ബ്രോസ്റ്റിന്റെ കൂട്ടത്തിൽ അഫ്ദലായ ബ്രോസ്റ്റാണ് ഏത്? അൽബൈക്ക്. അത് എവിടെയുള്ളത്? ജിദ്ദയിലാണുള്ളത് അല്ലേ? അത് ജിദ്ദയിലുള്ളൂ, വേറെ എവിടെ ഇല്ല. ദുബായിലൊക്കെ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ടെങ്കിലും അതിന് മട്ടം കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ആളുകളൊക്കെ ഉംറക്ക് പോയാൽ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് കഴിഞ്ഞാൽ പിന്നെ ഉടനെ അൽബൈക്കാ. ലബ്ബൈക്ക് അൽബൈക്കും അല്ലേ? അപ്പൊ 1-ാമത്തെ തഹല്ലുല് കഴിഞ്ഞാൽ 2-ാമത്തെ തഹല്ലുല് നന്നായി ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. എല്ലാം അങ്ങനെ തന്നെയാണ്. 30 ദിവസം നോമ്പനുഷ്ഠിച്ചാൽ 31-ാമത്തെ ദിവസം നന്നായി ഭക്ഷണം കഴിക്കണം അല്ലേ? 30 ദിവസം നോമ്പനുഷ്ഠിച്ചാൽ പിന്നെ ശവ്വാൽ 1-ന് നന്നായി ഭക്ഷണം കഴിക്കണം. ഒരാഴ്ചയിൽ ആഴ്ചയുടെ നേതാവാണ് യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം. ആ വെള്ളിയാഴ്ച ദിവസം നമ്മൾ നല്ല ഭക്ഷണം ഉണ്ടാക്കും. അൽ ജുമുഅതു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ. ഫക്കീറന്മാരുടെയും മിസ്കിന്മാരുടെയും ഹജ്ജാണ് ജുമുഅ. വ ഈദുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ പെരുന്നാളുമാണ്. കണ്ടോ, മുഅ്മിനീങ്ങളുടെ പെരുന്നാളാണ്. അപ്പൊ പെരുന്നാളാവുമ്പോ എന്ത് ചെയ്യണം? നല്ല ഭക്ഷണം ഉണ്ടാക്കണം.
അപ്പൊ നല്ല പോത്തിറച്ചി വാങ്ങണം. ചില റിവായത്ത് പ്രകാരം പോത്തിറച്ചി ഇല്ലെങ്കിൽ ജുമാ സഹി ആവൂല എന്ന് പറഞ്ഞ ഇന്ത്യ ഓപ്പറേറ്റർമാരെ പോലത്തെ കുറച്ച് ആളുകളെ കയ്യിൽ പെട്ടാണ്. അതിൻ്റെ ഒപ്പം ഒന്ന് കൂട്ടി കൊടുക്കണം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഭക്ഷണമാണെന്നാ പറഞ്ഞതിനർത്ഥം. അണ്ടാ അപ്പൊ ഏത് കാര്യമാണെങ്കിലും അങ്ങനെയാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് മദ്രസ നല്ല ഉഷാറാവും. അൽഹംദുലില്ലാഹ് ഈ ഓഡിറ്റോറിയം ഒക്കെ മട്ടായി. കുട്ടികൾക്ക് ഇവിടെ ഇനി 2 ഊഞ്ഞാലൊക്കെ ഇട്ട് അലിഫും വാക്ക് ആടി പഠിപ്പിക്കണം. പഴയ കാലത്ത് പോലെയല്ലോ, AC വെക്കണം മദ്രസകളിലും. നല്ല AC. ഇപ്പൊ 36 ഡിഗ്രി ചൂടാണ്. ഈ 30 ഇപ്പോഴല്ല, ചൂടുകാലം വരുമ്പോൾ 36 ഡിഗ്രി ചൂട് വരുമ്പോൾ ആ ചൂടത്ത് ഈ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയൂല. അപ്പോൾ ഭൗതിക കലാലയങ്ങൾ എല്ലാ അർത്ഥത്തിലും ഉഷാറായി വരുമ്പോ നമ്മുടെ മദ്രസകൾ ഒരിക്കലും ബേക്കോട്ട് പോകാൻ പാടില്ല. അതിന്റെ ഭാഗമായാണ് ഇവിടെ അൽഹംദുലില്ലാഹ് സുന്ദരമായ രൂപത്തിൽ ഈ ഷീറ്റൊക്കെ ഇട്ട് ഇനി 4 ഫാനൊക്കെ വെച്ചാൽ അൽഹംദുലില്ലാഹ് നടത്താം. നിക്കാഹൊക്കെ ഉണ്ടാകുമ്പോൾ ഫുഡൊക്കെ കൊടുക്കും ചെയ്യും ഇവിടെ, അല്ലേ? അതിനൊരു വാടകയും വാങ്ങാം. അത് 30 രൂപ കേട്ടാണ് വാടക വാങ്ങാം. AC കേട്ടോ കണ്ടോ? അപ്പൊ അൽഹംദുലില്ലാഹ് ഇതൊക്കെ സംവിധാനമാക്കുക. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കണം. നല്ല ഉഷാർ. ഒരു ശരിക്ക് ഒരു ജമാഅത്തിൽ അൽഹംദുലില്ലാഹ് ആ ജമാഅത്തിലെ ആളുകളൊക്കെ ഒത്തൊരുമിച്ച് എന്നാൽ ഒരു പ്രയാസം ഉണ്ടാവില്ല, ഒന്നിനും ഒരു പ്രയാസം ഉണ്ടാവില്ല. എല്ലാ കാര്യങ്ങളും പക്ഷെ അതിന് ഒത്തൊരുമിക്കണം. ഏതെങ്കിലും പുനാണ്ടാവും വളഞ്ഞുകൊണ്ട് പൊന്ത്രമ്പലിന്റെ പേര് എന്ത് പറഞ്ഞാലും അതിനെതിര് പറഞ്ഞു. അങ്ങനെയല്ല. അപ്പൊ നല്ല ഉഷാർ വേണം. അപ്പൊ അതിന്റെ ഒരു ഭാഗമായി ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ മദ്രസ ഉഷാറാക്കാം. മദ്രസ ഇല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവും? മദ്രസ ഇല്ലാത്ത നാടുകൾ എത്രയോ ഉണ്ട്. ഞാൻ 313 മദ്രസകൾ ഉണ്ടാക്കുന്നുണ്ട്. ആ മദ്രസയിൽ ഇപ്പോൾ 264 മദ്രസകൾ പൂർത്തിയായി. 264ാമത്തെ മദ്രസ എറണാകുളം പെരുമ്പളം ദ്വീപ് എന്നൊരു സ്ഥലമുണ്ട്. പെരുമ്പളം ദ്വീപ് അറിയോ? എറണാകുളത്തെ ദ്വീപ് അറിയൂലല്ലോ. എറണാകുളത്തൊരു ദ്വീപുണ്ട്, പെരുമ്പളം ദ്വീപ്. അവിടെ 67 മുസ്ലിമുള്ളൂ, ബാക്കിയുള്ള 400 ചില്ലാനം മുസ്ലിമീങ്ങളാണ്. എന്നാലും അവിടെ പഞ്ചായത്ത് ഇലക്ഷനിലൊക്കെ മുസ്ലിമീങ്ങൾ തന്നെ അവിടെ ജയിച്ച് എല്ലാവരും ഒത്തൊരുമിച്ച് വളരെ സ്നേഹത്തോടെ കഴിയുന്നതാണ്. 40 കൊല്ലത്തോളമായി ഷെഡിൽ നിൽക്കുന്ന കെട്ടിടം ഇപ്പോൾ അൽഹംദുലില്ലാഹ് അത് സ്ലാബ് ഇടാനുള്ള പദ്ധതിയായി മാറി. അപ്പൊ നല്ല ഉഷാറാവണം. മുറ്റം നല്ല വൃത്തി വേണം. നല്ല ചെടികൾ വെക്കണം. ക്ലാസ് റൂമുകളിൽ നല്ല ചെടികൾ വെക്കണം. വൃത്തിയുള്ള അധ്യാപകന്മാർ, വൃത്തിയുള്ള പരിസരങ്ങൾ, വൃത്തിയുള്ള മക്കൾ. ഇങ്ങനെ വരുമ്പോഴാണ് കുട്ടികളുടെ മനഃശാസ്ത്രപരമായ രൂപത്തിലും കുട്ടികളുടെ ബുദ്ധിക്ക് വികസനം ഉണ്ടാവുകയുള്ളൂ. ഒരു കച്ചറ റൂം, ആ റൂമിലേക്ക് ചെന്നാൽ കുട്ടിയുടെ മൈൻഡ് ഒക്കെ പിടുത്തം വിടും. അതുകൊണ്ട് നല്ലൊരു മൈൻഡായി മാറണം. ആ മൈൻഡ് ആകുവാൻ നല്ല വായു ശ്വസിക്കണം, നല്ലത് കാണണം. അതുകൊണ്ടാണല്ലോ പഴയ കാലങ്ങളിലൊക്കെ അത്തറ് വെക്കുമ്പോ ഈ ചവിട്ടിന്റെ ഉള്ളിൽ അത്തറ് വെക്കും. ചൂട് പറഞ്ഞാല് കേൾക്കാതെക്കാനല്ല, വേറെ സ്റ്റെപ്പ് ഉണ്ട് അവിടെ, 2 സ്റ്റെപ്പ് ഉണ്ട് അവിടെ. അതിൻ്റെ ഉള്ളിൽ അത്ര വെക്കണതിനാ പഞ്ഞിയിലാക്കിയിട്ട് ഈ കാറ്റടിക്കുമ്പോൾ ഈ പഞ്ഞി അല്ലാഹു തആല ഈ ചെവിയെ തന്നിരിക്കുന്നത് മുറം പോലെയാണ്. അങ്ങനെയാണ്. ഇതിങ്ങനെ ബേക്കോട്ട് പിടിച്ചാൽ ഈ ശബ്ദം അത്ര കേൾക്കൂല. അല്ലാഹു തആല ശബ്ദത്തിനൊക്കെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്തത്. അപ്പൊ കാറ്റടിക്കുമ്പോ ഈ സെന്റ് പഞ്ഞിയിലുണ്ടാകുമ്പം അതിങ്ങനെ അടിച്ചു വീശിയിട്ട് എന്ത് ചെയ്യും? അത് മൂക്കിലൂടെ കയറുമ്പോൾ നല്ല വായു ശ്വസിക്കും. അപ്പൊ നല്ല വാസന ചെല്ലുമ്പോൾ കുട്ടിയുടെ ബുദ്ധിക്ക് വികസനം ഉണ്ട് എന്നാ. നല്ല ചെടികൾ, നാച്ചുറൽ ചെടികൾ, പ്ലാസ്റ്റിക്കിന്റെ ചെടികളല്ല, അതൊക്കെ വെച്ച് നല്ല ഉഷാറുള്ള അധ്യാപകന്മാർ, നല്ല വൃത്തിയുള്ള അധ്യാപകന്മാർ, നല്ല വൃത്തിയുള്ള മക്കൾ, വൃത്തിയുള്ള കമ്മിറ്റി, വൃത്തിയുള്ള കെട്ടിടം, ഇത് മുഴുവനും നമ്മുടെ കുട്ടിയുടെ വികസനത്തിന് എത്തിത്തീരും. ആ രൂപത്തിൽ ഇൻഷാ അല്ലാഹ് ഇത് മാറണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ഷീറ്റിടൽ കർമ്മം ഇവിടെ പൂർത്തിയായുമ്പോൾ 5 ലക്ഷം രൂപ ഇവിടെ കടമുണ്ട്. 5 ലക്ഷം രൂപ കടമുണ്ട്. അതിവിടെ ഒരാൾ ഇന്ന് തരാൻ പറ്റിയ ആളുകൾ ഇവിടെ ഉണ്ട്. അതിനുള്ള പൈസക്കാരൊക്കെ ഉള്ള ആളുകൾ ഈ മഹല്ലത്തിലുണ്ട്. പക്ഷെ തൗഫീക്ക് വേണം. തൗഫീക്കിന്റെ കൈയുള്ളൂ. അൽഹംദുലില്ലാഹ് ഈ ചെറിയ മക്കള് പഠിച്ച അലിഫ് കൊണ്ട്, അവര് പഠിച്ച ബാ കൊണ്ട്,
അങ്ങനെയാണ് അല്ലാഹു എന്ന് ഉച്ചരിച്ചത്. ആ ബാ കൊണ്ടാണ് ബിസ്മി എന്ന് ചൊല്ലിയത്. അപ്പൊ അൽഹംദുലില്ലാ ആ മക്കള് വരുന്നൊരു വഴി, അവർക്ക് നിൽക്കാനുള്ള സൗകര്യം ഒക്കെ ഒരുക്കി കൊടുക്കുമ്പോൾ ഇൽമു പഠിക്കുന്ന ഒരാൾക്ക് ഒരു വഴി അല്ലാഹു വഴി നമ്മൾ ഒരുക്കി കൊടുത്താൽ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക് ഒരു വഴി അല്ലാഹു തുറന്നിരുന്നതാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് മരിച്ചുപോയ വാപ്പയുടെ പേരിൽ ഉമ്മയുടെ പേരിൽ ഇൻഷാ അല്ലാഹ് നമ്മളെ കൊണ്ട് കഴിയുന്ന നല്ല സംഭാവനകൾ നൽകി ഇത് പൂർത്തിയാക്കണം. കടായാൽ ഇതിന്റെ മുന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് വിഷമാവും. നമ്മൾ കൂടി കൊടുത്താൽ മതിയല്ലോ, ഓലൊക്കെ എടുത്തോളും പണി. അതുകൊണ്ട് നമ്മളെ സദസ്സിൽ ഇൻഷാ അല്ലാഹ് ആരെങ്കിലും ഒരു ഉദ്ഘാടനം പറയാൻ ഒരു 25,000 റുപ്യ പറയാൻ പറ്റുന്ന ആളുകൾ ആരെങ്കിലും നമ്മളെ സദസ്സിലുണ്ടോ? മരിച്ചുപോയ വാപ്പയുടെ പേരിൽ ഉമ്മയുടെ പേരിൽ ഇൻഷാ അല്ലാഹ് ഞാൻ ഈ പദ്ധതിയിലേക്ക് ഒരു 25,000 റുപ്യ ഞാൻ തരാം എന്ന് പറയാൻ പറ്റുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടോ? ദാരിദ്ര്യത്തിൽ നിന്ന് ഒഴിവാവാനുള്ള 18 കാരണങ്ങളിൽപ്പെട്ട ഒന്നാണ് മരിച്ചുപോയ വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യാം. അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ ബിസ്മി ചൊല്ലിയിട്ട് ഒരു 25,000 റുപ്യ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ പദ്ധതിയിലേക്ക് ചെയ്യാൻ പറ്റുന്ന ആളുകളിൽ നിന്ന് കൈപൊക്കിയാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന് ഖൈറും ബറക്കത്തും അല്ലാഹു കൊടുക്കട്ടെ. ഐശ്വര്യത്തിന്റെ കവാടങ്ങൾ അല്ലാഹു തആല തുറന്നു കൊടുക്കുമാറാകട്ടെ. ആരെങ്കിലും ഉണ്ടോ? 25,000 തരാൻ പറ്റിയ ആള് ഉണ്ടോന്ന് ഞാൻ ചോദിച്ചതാണ്. നിങ്ങൾ ഇടങ്ങാറൊന്നും വേണ്ട. ആരും ഇല്ലല്ലേ 25,000 തരാൻ പറ്റിയ ആള്? അവന് വേണ്ട. ചെറിയ പൈസ എല്ലാരോടും ചോദിക്കാം, എല്ലാവർക്കും അറിയാം. അപ്പൊ എല്ലാരും ഈ ഒരു പദ്ധതിന് ആരാ 25,000 തരാം, ആരാ 10,000 തരാം എന്നിങ്ങനെ ചോദിക്കാൻ വയ്യാഞ്ഞ്. അതൊക്കെ ഒരു മോശ. ഓൺലൈനിലാണ് ഈ ചോദിക്കണത്. നിങ്ങളെ മഹല്ല എത്ര വലിയ മഹല്ല, എന്നിട്ട് നിങ്ങളെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മുത്തനൂരിൽ നിന്ന് തങ്ങൾ വന്നിട്ട് ഇങ്ങനെ ചോദിക്കാണ് ആരാ. അപ്പൊ അതുകൊണ്ട് ഞാനൊരു ചെറിയൊരു പദ്ധതി ഇവിടെ പറയണം. ആ പദ്ധതി നിങ്ങളെല്ലാവരും ഏറ്റെടുക്കാം. ചെറിയ പൈസ എന്ന് പറഞ്ഞാൽ ഒരു 2,000 രൂപ എല്ലാവരും ഈ 300 വീട്ടുകാരും തരണം. 2,000 റുപ്യ തന്നാൽ അൽഹംദുലില്ലാ എല്ലാ വീട്ടുകാരും തന്നാൽ നമ്മുടെ ഈ പദ്ധതി പൂർത്തിയാവും. 2,000 എന്ന് പറഞ്ഞാൽ ഒരു വിഷയമുള്ള കേസല്ല. അത് ഒന്നിച്ച് തരുമാണ്ട. അടുത്ത മാസം 1,000 റുപ്യ, പിറ്റത്തെ മാസം 1,000 റുപ്യ, അങ്ങനെ 2,000. അങ്ങനെ വന്നാൽ എല്ലാവരും കൂടിയാൽ ഒരു പ്രയാസമില്ലാതെ ഇത് തീർക്കാൻ കഴിയും. അപ്പൊ എല്ലാവർക്കും അതിന്റെ കൂലി കിട്ടുകയും ചെയ്യും. എന്താ നിങ്ങളുടെ അഭിപ്രായം? റെഡിയാണോ? 2,000 റുപ്യ തരാൻ എന്നാ ഈ പദ്ധതി ഞാൻ പൂർത്തിയാവും. ഒന്നൊന്ന് കൈപ്പൊക്കിയാണ് നിങ്ങളെല്ലാവരും ഒരു 2,000 റുപ്യ എല്ലാവരും ഇല്ലേ? 4 എല്ലാവരും കൈപ്പൊക്കി എപ്പോഴും മട്ടം കിട്ടുക. ഇതെല്ലാവരും തരണം. കൈതാത്ത് ഉസ്താദിന്റെ ഉപ്പ മരിച്ചിട്ടുണ്ട്. ആ ഉപ്പയുടെ മേൽ ദുആ ചെയ്യാൻ 2,000 റുപ്യ. അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഇതിപ്പം നിങ്ങളെ നാട്ടുകാരനൊന്നല്ല. പക്ഷേ ഉസ്താദിന് തോന്നി ഈ 2,000 റുപ്യ. ഇന്ന് ഞാൻ ഒരാളെ കണ്ടിട്ട് അയാൾ പറയാണ് പള്ളിക്കുന്ന് ഞാൻ 45 ലക്ഷം റുപ്യ വാങ്ങിയിട്ടെന്ന് പേരുന്ന ഇവിടെ ഹസന്റെ പള്ളിക്ക്. അപ്പൊ അതിൽ ഒരാളുണ്ട്, ഒരു തങ്ങള്, നല്ല പൈസയുള്ള തങ്ങളാ. തങ്ങള് 5 ലക്ഷം റുപ്യ കടം തന്ന് സംഭാവന വേറെ തന്ന് കിണർ ഇങ്ങനെ കുഴിച്ചു കൊടുക്കും മുമ്പര്. അപ്പൊ മുമ്പര് ഞാൻ കിണർ ഞാൻ കുഴിച്ചു വരാം. എന്നിട്ട് മുമ്പ് പറഞ്ഞ ഈ കിണറ്റിൽ നിന്ന് വെള്ളം പറ്റാത്ത കാലത്തോളം നിങ്ങൾക്ക് കൂലി കിട്ടുമല്ലോ, അതുകൊണ്ട് കിണർ ഞാൻ കുഴിച്ചു തരാം മൂപ്പരെ ഭാര്യന്റെ പേരിൽ. ഈ സീറ്റ് ഇതുപോലെയാണ്, ഇത് വലിയൊരു തണലാണ്. നമ്മളെ കുടുംബത്തിൽപ്പെട്ട ഒരാള് മരണപ്പെട്ടാൽ, ഇവിടെ ഖബർസ്ഥാനില്ലേ, മരണപ്പെട്ട് കഴിഞ്ഞാൽ മഴ പെയ്താൽ എന്ത് ചെയ്യാ? എല്ലാത്തിനും സൗകര്യമല്ലേ. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മളെ കുട്ടികൾക്കും ഒരു മരണം സംഭവിക്കുമ്പോഴും ഒക്കെ എല്ലാത്തിനും സൗകര്യമാണ്. അതുകൊണ്ട് ഈ ഒരു പദ്ധതിയിൽ എല്ലാ വീടുകാരും ഇൻഷാ അല്ലാഹ് സഹകരിച്ച് 10 വീടിന്റെ ചുമതല ഒരാൾക്ക് കൊടുക്കണം. 10 വീടിന്റെ ചുമതല, ഈ 2,000 വാങ്ങാൻ 10 ആളെ ചുമതല. അങ്ങനെ വരുമ്പോ 30 ആളാണ് നമുക്ക് ഇതിന് ആവശ്യമുള്ളത്. ആ 30 ആളുകൾ അൽഹംദുലില്ലാ, അപ്പൊ ആർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല. 10 വീടല്ലേ ഉള്ളൂ, 10 വീടല്ലേ ഉള്ളൂ. ആ 10 വീടിന് ചോദിക്കാം. ഒരു 1000 തരാൻ കഴിയുമെങ്കിൽ 500 വാങ്ങിയാൽ മതി. 500 വാങ്ങിയിട്ട് 4 മാസം കൊണ്ട് ഇത് പൂർത്തിയാക്കി. എന്നാലും ഇതൊരു കടായി നിൽക്കൂല. കമ്മിറ്റിക്കാരെന്ന് പറഞ്ഞത് ഇവരിതൊക്കെ എടുത്തു വെച്ച് കടം വാങ്ങി തൃപ്തിയാക്കണ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്.
ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ്? നമ്മളെ മക്കൾക്ക് വേണ്ടിയാണ്. അപ്പോൾ ഒരു 500 റുപ്യ ഇൻഷാ അല്ലാ ഞാൻ വെച്ച് തരാം, ഒന്നിച്ച് 2000 എനിക്ക് തരാൻ കഴിയൂല, റെഡി, അങ്ങനെ കൊടുത്താൽ മതി. അപ്പൊ ഇൻഷാ അല്ലാ അങ്ങനെ അങ്ങനെ ചെയ്തൂടെ ഇൻഷാ അല്ലാ. അല്ലാഹു തആല വിജയിപ്പിച്ചു തരുമാറാകട്ടെ. അതിലേറെ തരാൻ കഴിയുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാ എല്ലാവരും സഹകരിക്കുക. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞു നിർത്തണേ. ഇൻഷാ അല്ലാ ഇനി ഫാന് വേണം ഇവിടെ. അത് പിന്നെ എല്ലാവരും തരേണ്ട, ആവശ്യം നല്ല ഉള്ളവർക്ക് മാത്രം തന്നാൽ മതി. അതുകൊണ്ട് അൽഹംദുലില്ലാ ഒരു ഫാന് 5000 റുപ്യ, അതിന്റെ കമ്പി കുറച്ച് ഇങ്ങനെ ഇറക്കേണ്ടി വരും. നല്ലൊരു ഫാനും വാങ്ങണ്ടേ. അപ്പൊ എന്തായാലും നല്ല 5 റുപ്യാവും. ആരാ ബിസ്മി ചൊല്ലി മരിച്ചുപോയ വാപ്പന്റെ മേലും ഉമ്മന്റെ മേലും ഒരു ഫാൻ തരാൻ പറ്റി? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉണ്ടാ നമ്മളെ പ്രസിഡന്റ് അബ്ദുഹാജി ഇൻഷാ അല്ലാ ഒരു ഫാന് അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. വാപ്പിയമ്മയൊക്കെ ഉണ്ടോ പ്രസിഡന്റിന്റെ? ഇല്ല. അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. വേഗം പറയും. എനിക്ക് ഇപ്പോഴും പ്രസിഡന്റ് തന്നെ, താൽക്കാലം ഇങ്ങനെ ഓരോരുത്തരും മാറ്റി, എല്ലാവരും പ്രസിഡന്റ് തന്നെ. അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. മൊയ്തുന്യ ഹാജി ഇൻഷാ അല്ലാ അൽഹംദുലില്ലാ ഒരു ഫാന് അള്ളാഹു കബൂലാക്കട്ടെ, ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാ. മൂന്നാമത്തെ ഫാന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നല്ല സന്തോഷമുള്ള സാധനമാണ് ഈ പറഞ്ഞു ചോദിക്കണേ. ബിസ്മില്ലാ. ആരാ? ഇതുള്ളവര് തന്നാ മതി, മറ്റെല്ലാവരും തരണം. ആരാ ഇൻഷാ അല്ലാ മൂന്നാമത്തെ ഒരു ഫാൻ തരാൻ പറ്റിയ ആള്? ആരുമില്ലേ? എത്ര ആളുണ്ട്? എത്ര 5000 ആക്കണം മൂന്നാമത്തെ ഒരു ഫാന്. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, ഖൈർ നൽകട്ടെ. അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാ വാപ്പിയമ്മയൊക്കെ പൈസ ഉണ്ട് കൊണ്ടിട്ടില്ലേ? എന്റെ മോനെ മോള് അള്ളാഹു തആല ഖൈർ കൊടുക്കട്ടെ, ഐശ്വര്യം കൊടുക്കട്ടെ. അൽഹംദുലില്ലാ. 3. നാലാമത്തെ ഫാന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആരാ നാലാമത്തെ ഫാന്? ആരുമില്ലേ? ഇതൊക്കെ ശരിക്കും ഒരാളെ ഫുള്ളായിട്ട് ഏൽക്കാൻ പറ്റിയ ആളുകൾ തന്നെ ഇവിടെ ഉണ്ടാ. നാലാമത്തെ ഫാന് ഇപ്പൊ ഇത് ഒരു ഭാഗത്തേക്കായിട്ടുള്ളൂ. അങ്ങനെ 4 ഫാനും കൂടി വേണം, അപ്പോൾ അത് വൃത്തിയാവുള്ളൂ. 8 ഫാൻ വേണം ഇൻഷാ അല്ലാ. അങ്ങനെയാണ് ഇപ്പൊ എന്റെ എഞ്ചിനീയറിംഗ്. AC ആക്കണം, സെൻട്രൽ AC ആക്കാനുള്ള പരിപാടി ഉസ്താദേ. ഇൻഷാ അല്ലാ. ആരാനി നാലാമത്തെ ഫാന്? ആരുമില്ലേ? എന്താ നിങ്ങളിങ്ങനെ ഒരു ഫാന് വെച്ചിട്ട്? ഇൻഷാ അല്ലാ ആരുമില്ല. എല്ലാരും തന്നുകിടന്ന് എനിക്കറിയാം. പിന്നെ 2000 എല്ലാവരും ഏറ്റില്ലേ? ഇൻഷാ അല്ലാ. സഹോദരിമാരാരെങ്കിലും ഉണ്ടാവും അല്ലെ? അല്ല, അതിനെ ആരെയും നോക്കാൻ വേണ്ട. ഇവിടെ സഹോദരിമാരുണ്ട് എന്ന് എനിക്ക് ഉറപ്പാ. ഒരു വർത്താനം പറയണ്ടല്ലോ അവിടുന്ന് അല്ലേ? എന്നാ 2500 പറഞ്ഞാണെങ്കിൽ 2 ആൾ കൂടുമ്പോ ഒരു ഫാനാവും. ബിസ്മില്ലാ. 2500 രൂപ. പകുതി ഒരാളും പകുതി ഒരാളും. മരിച്ചുപോയ വാപ്പന്റെ ഉമ്മന്റെ ഒക്കെ പേരിൽ ഇൻഷാ അല്ലാ ഒരു ഫാന്. ആരുമില്ലേ? ഇല്ല. ഉണ്ടെങ്കിൽ വേഗം പറയും, ഞാൻ നിർത്താണ്. അല്ലാ 2500 തരാൻ പറ്റിയ ആരുമില്ല ഇവിടെ മസാസിൽ. എന്നാ ഒരു ഭാഗത്തെ ഫാനാണ് പൂർത്തിയായി. ഒരാളും കൂടി ഒരു 5000 പറഞ്ഞാൽ ആരുമില്ല അല്ലേ? ഒരു വയലിച്ച മൊത്തത്തിലുണ്ട്. 2500. അൽഹംദുലില്ലാ. വാപ്പിയമ്മയൊക്കെ ഉണ്ടോ? ഇല്ല. അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ, സ്വർഗത്തിൽ അള്ളാഹു തആല ഒരുമിച്ച് കൂട്ടട്ടെ ഇൻഷാ അല്ലാ. ഒരാൾ കൊണ്ട് 2500 പറയും. നാലാമത്തെ ഫാനിന് ഇൻഷാ അല്ലാ ഒരു ഭാഗത്തെ ഫാനാവും. ബിസ്മില്ലാ. ഉണ്ടാ ഒരാൾ കൊണ്ട് 2500 പറഞ്ഞ് പൂർത്തീകരിക്കാൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എത്ര പൈസകൾ ചെലവാക്കുന്നുണ്ട് നമ്മളെ മദ്രസന്റെ മുറ്റത്തേക്ക്. അൽഹംദുലില്ലാ. നിങ്ങൾക്ക് താജീൽ ഫുത്തൂലിനിടാം, മയ്യത്തിസ്കാത്തിനും ഇടാം, നിക്കാഹിനിടാം, എല്ലാത്തിനും ഇടാം. ബിസ്മില്ലാ. ആരെയുണ്ടേ പറയും. ഒരാൾ കൊണ്ട് 2500 പറഞ്ഞ് പൂർത്തീകരിക്കാൻ. ആരുമില്ല. നിർത്ത. 2500 ഒരാൾ കൂടി പറഞ്ഞ് വേഗം പൂർത്തിയാക്കണം ഇൻഷാ അല്ലാ. ചെറിയൊരു ദുആ ആക്കണം. 2500. അപ്പൊ 4 ഫാനായി. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാ. ഇനി 4 ഫാനും കൂടി വേണം. അത് ആരെങ്കിലും ഒരാള്
ഒരു 20,000 തരാൻ താല്പര്യമുള്ള മരിച്ചുപോയ വാപ്പാന്റെ മേലോ ഉമ്മന്റെ പേരിലോ ഇല്ലെങ്കിൽ നല്ലൊരു പദ്ധതി കരുതി ഇൻഷാ അല്ലാ ഞാൻ 20 4 ഫാനല്ലേ ഞാൻ തരാം. സ്ത്രീകളെ ഭാഗത്തുനിന്ന് ഒരു സഹോദരിയിലെ 5,000 ആരെങ്കിലും ഒരാൾ നോക്കാൻ പറയും. 5,000 അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പടച്ചവനെ സഹോദരിമാരെ കൂടുതൽ ഉദ്ഘാടനം ചെയ്താണ് ഫാനിന് 5,000. ഞാൻ ഉണ്ടോ ബിസ്മില്ല, അപ്പൊ 5 ഫാനായി. ഇനി ഒരു 3 ഫാനും കൂടി വേണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പടച്ചവനെ ഒരു 15,000 ആരെങ്കിലും ഒരാൾ തന്നാൽ ആ 3 ഫാനും അതിനല്ലോ. ആരെങ്കിലും ഒരാളത് പൂർത്തിയാക്കാൻ നമ്മളെ ഈ ഓഡിറ്റോറിയത്തേക്ക് ഇൻഷാ അല്ലാ ആരെങ്കിലും ഉണ്ടോ? സന്തോഷത്തോടെ സഹോദരിമാരാരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. ഇൻഷാ അല്ലാ ഒരു ഫാൻ ഞാൻ തരാം എന്ന് പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പറയാം. ഇൻഷാ അല്ലാ ദുആ കഴിയുമ്പത്തിന് അൽഹംദുലില്ലാ സ്ത്രീകളെ ഭാഗത്തുനിന്ന് വേറെ സഹോദരി 2,500 അള്ളാഹു കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, ഞാൻ ദ്വാരക്കാണ്. ഇൻഷാ അല്ലാ ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും വസയ്യിനു അൽസിനതക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരിച്ച അബ്ദുറഹ്മാൻ ഖാന്റെ മകൻ ബാപ്പക്ക് വേണ്ടി പ്രത്യേകം ദ്വാരക്കാൻ വേണ്ടി ഒരു ഫാന് 5,000. അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകട്ടെ, സ്വർഗ്ഗത്തിൽ അല്ലാഹു തആല ഒരുമിച്ച് കൂടണം. വേറെ സ്ത്രീ 5,000. അൽഹംദുലില്ലാഹ് അല്ലാഹു തആല ആ സഹോദരിക്ക് അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ, ഖൈർ നൽകട്ടെ. അൽഹംദുലില്ലാഹ്. ഇപ്പൊ എത്രനായി? ഒരാളും കൂടി 2,500 ആയ 8 ഫാനായില്ലേ? 6 ആവില്ലല്ലോ. സ്ത്രീകൾ 2 ആയിട്ടില്ല ഇപ്പൊ? അതെ, ഞാൻ കണക്കുമല്ല വേക്കല്ല. എനിക്ക് 7 ആയി. 8-ാമത്തേക്ക് 2,500 ആയി. ഇനി ഒരു 2,500 കൂടി ആയ 8 ആവും. ഇൻഷാ അല്ലാ എനിക്ക് നാളെ കൊല്ലത്തേക്ക് പോകണം. ശാസ്താംകോട്ടയാണ് നാളെ രാവിലെ പരിപാടി. ട്രെയിൻ കയറാനുണ്ട്. അത് കഴിഞ്ഞ് തിരുവനന്തപുരം പരിപാടി. അപ്പൊ ഇൻഷാ അല്ലാ ഇനി ഒരു വട്ടം ഞാൻ ഇവിടെ ഇങ്ങോട്ടും വരും. ഇൻഷാ അല്ലാ അല്ലാഹു തൗഫീഖ് ആക്കട്ടെ. അൽഹംദുലില്ലാഹ്. അപ്പൊ അതുകൊണ്ട് ഒരു 2,500 കൂടി ഉണ്ടായാൽ ഉള്ളാവൂലേ? ഇൻഷാ അല്ലാ. അപ്പൊ അത് ഇന്റെ ദുആ കഴിയുമ്പോഴത്തേനും ഒരാളും കൂടി 2,500 പറയും. അങ്ങനെ ആ ഫാന് വേഗം വെക്കണം. ഇൻഷാ അല്ലാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد. അല്ലാഹുവേ ഞങ്ങളെ ഈ മജ്ലിസിനെ ഖബൂലാക്കണം റഹ്മാനെ. ഞങ്ങളെ ഈ മജ്ലിസിനെ ഖബൂലാക്കണം റഹ്മാനെ. ബദരീങ്ങളെ ഹിഫ്ള് നീ നൽകണം റഹ്മാനെ. എല്ലാവിധ പ്രയാസത്തിൽ നിന്നും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം അല്ലാഹ്. അല്ലാഹുവേ ഒരാളെ മുമ്പിലും സ്വന്തം കാര്യത്തിന് വേണ്ടി യാചിക്കേണ്ട ഗതികേട് ഞങ്ങൾക്ക് നീ തരല്ല റഹ്മാനെ. പുന്നാര മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഹിബ്ബീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ രോഗങ്ങൾക്ക് ശിഫ നൽകണം റഹ്മാനെ. കടങ്ങളെ വീട്ടി തരണം റഹ്മാനെ. വീടില്ലാത്തവർക്ക് വീട് നൽകണം അല്ലാഹ്. വഴിയില്ലാത്തവർക്ക് വഴി നൽകണം അല്ലാഹ്. ഗർഭിണികൾക്ക് റാഹത്തുള്ള പ്രസവം നൽകണം റഹ്മാനെ.